പരാമർശമോ നടത്താതിരിക്കാൻ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ആ സമയത്തുള്ള ആ പെരുമാറ്റം അവസാനം പെട്ടിയെടുത്ത് കരിപ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ അന്ന് കാലുകൾക്ക് നടക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് വളരെ വിഷമമാണ്. തിരിച്ചു വരുമ്പോൾ വിഷമമൊന്നുമില്ല, നന്നായിട്ട് നടന്നിട്ടാണ് വീട്ടിൽ വന്ന് കയറുന്നത്. പക്ഷേ പെട്ടിയെടുത്ത് യാത്ര അയച്ച സഹധർമ്മിണി ഇല്ലാത്ത വീട്ടിലേക്കാണ് കയറി വരുന്നത്. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ഘട്ടങ്ങളോട്, ജീവിതത്തിന്റെ പ്രയാസങ്ങളോട് വലിയ ക്ഷമയും വലിയ സംയമനവും മഹാനായ തങ്ങൾ സദാ കാത്തു സൂക്ഷിച്ചു പോന്നു. അസാമാന്യമായ ക്ഷമ, അസാമാന്യമായ സംയമനം. ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും കുലുങ്ങാതെ നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന, ചഞ്ചലമാകാതെ നിൽക്കുന്ന ബോധം. അത്തരം ബോധം അല്ലാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ, പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ജീവിത സന്ദർഭങ്ങളിലൂടെയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ജനതയെ നയിച്ചിട്ടുള്ളത്. അതിന്റെ എല്ലാം സൽഫലങ്ങളായി ഇന്നിവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വളർച്ചയുടെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും വലിയ രാജാവിനെ പോലെ വിരാജിച്ചപ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ മഹാനായ തങ്ങൾ ജീവിച്ചു. തങ്ങളുടെ ഭക്ഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, ഏറ്റവും രുചികരമായ ഏത് ഭക്ഷണവും ആളുകൾ മഹാനായ തങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. സംശയമില്ലല്ലോ. ആളുകൾ എന്തും കൊടുക്കാനും എങ്ങനെയും ആതിഥ്യം നൽകാനും എങ്ങനെയും സ്നേഹിക്കാനും തയ്യാറായ അനുയായികളാണ്. പക്ഷെ ശിഹാബ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും ലളിതമായ നമ്മുടെ നാടൻ എന്ന് പറയാവുന്ന ചില സംഗതികളായിരുന്നു. പൂക്കോയത്തങ്ങളെ പോലെ. പൂക്കോയത്തങ്ങൾക്ക് വളരെ ഇഷ്ടം ഈ നാട്ടിലെ കുളത്തിലും കായലിലും വളരുന്ന ബ്രാൽ എന്ന് നമ്മൾ പറയുന്ന ഈ പ്രദേശത്തിലൊക്കെ കണ്ണൻ എന്ന് വിളിക്കുന്ന മീനായിരുന്നു. അതൊരു കാലത്ത് കണ്ണൻ ഇവിടെ വളരെ പ്രസിദ്ധമുള്ള മീനായിരുന്നു. അതായിരുന്നു പൂക്കോയത്തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം. അല്ലാതെ വേറെ ഏതെങ്കിലും വളരെ പരിഷ്കാരത്തിന്റെ പേരിൽ അറിയപ്പെട്ട് പുതുതായി വന്നിട്ടുള്ള ഭക്ഷണ രീതികളോടായിരുന്നില്ല. ശിഹാബ് തങ്ങൾക്ക് നാടൻ ചാറ്, നാടൻ മീൻചാറ്, അല്ല മത്തിച്ചാറ്, വെള്ളയിറച്ചിച്ചാറ്, അതും അല്ലെങ്കിൽ അല്ലെ ഉപ്പിലിട്ടത്, അല്ലെങ്കിൽ വയനാട്ടിലുണ്ടാക്കുന്ന മാങ്ങ, തുറമാങ്ങ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഉപ്പിലിടുന്ന മാതിരി. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സാധനങ്ങൾ, അല്ലെങ്കിൽ മുളക് വരസിയ ചില സാധനങ്ങൾ, നമ്മളെ നാടൻ ഭക്ഷണങ്ങൾ, നാടൻ രീതികൾ, അതിനോടായിരുന്നു ഏറ്റവും വലിയ താല്പര്യം, അതിനോടായിരുന്നു ഏറ്റവും വലിയ കമ്പം. പക്ഷേ ഒരിക്കലും നിഷ്ഠയില്ലാത്തത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നു. ഏറ്റവും നിഷ്ഠയുള്ള കാര്യമോ നമസ്കാരമായിരുന്നു. അത് എവിടെ പോകുമ്പോഴും, ഏത് സമയത്ത് പോകുമ്പോഴും, ഏത് യോഗത്തിന് പോകുമ്പോഴും വഖത്തായാൽ മസ്ജിദിന്റെ മുമ്പിൽ നിൽക്കുന്നു, പ്രാർത്ഥന, രാവും പകലും, ഖുർആന്റെ പാരായണം, ഇബാദത്ത്, അതിൽ നിഷ്ഠയായിരുന്നു. കൃത്യനിഷ്ഠ ഒരിക്കലും ഇല്ലാത്ത ഒരു കാര്യം ഭക്ഷണമായിരുന്നു. എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി. ചിലപ്പോൾ രാവിലെ ഇരുന്ന് ഉച്ചക്ക് കഴിച്ചു, അല്ലെങ്കിൽ ആളുകൾ പാണക്കാട്ട് വരാന്തയിൽ തിങ്ങി നിറഞ്ഞതുകൊണ്ട് ഉച്ചഭക്ഷണം വൈകുന്നേരം 4 മണിക്ക്, അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്ക്. പകല് മുഴുവൻ ഒന്നും കഴിഞ്ഞില്ല, നോമ്പ് പോലെ. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകളഞ്ഞിരുന്നു. പക്ഷേ വളരെ നിഷ്ഠയുള്ള മറ്റൊരു കാര്യം ജനങ്ങളുടെ കാര്യമായിരുന്നു, ആളുകളുടെ കാര്യം. ഒരു പാവപ്പെട്ടവന്റെ കുടിയിരിക്കൽ എന്ന് പറയുന്ന ഗൃഹപ്രവേശം തങ്ങളുടെ ഡയറി എടുത്തു നോക്കിയാൽ വളരെ വലിയ കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങളും വലുതാണ്, വലിയ കാര്യങ്ങളും ചെറുതാണ് എന്ന മട്ടിൽ അതിനിടയിൽ വ്യത്യാസമില്ലാതെ എല്ലാ മഹാനായ തങ്ങൾ കൈകാര്യം ചെയ്തു പോന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു പാവപ്പെട്ടവന്റെ ഗൃഹപ്രവേശത്തിന് അവിടെ ചെന്ന് തീയതി കുറിക്കുന്നു. പൂക്കോയ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പരപ്പനങ്ങാടിയിലുണ്ടായിരുന്ന വിശുദ്ധ ഖുർആൻ പരിഭാഷകനായ ടി.കെ. അബ്ദുള്ള മൗലവി, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം പൂക്കോയത്തങ്ങൾ ഉറപ്പിച്ചു. പൂക്കോയത്തങ്ങൾ ഉറപ്പിച്ച ശേഷം പിന്നീട് പാണക്കാട്ട് അഹമ്മദാജി, പൂക്കോയത്തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന അഹമ്മദാജി വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുള്ള മൗലവിയോട് തങ്ങൾക്ക് വരാൻ കഴിയില്ല, അന്ന് ഒരുപാട് പരിപാടികൾ വന്നുപോയി, തിരക്കാണ്, അന്ന് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ടി.കെ. അബ്ദുള്ള മൗലവി എഴുതുകയാണ്, കൊണ്ടോട്ടിക്കടുത്തുള്ള തുറക്കല്ല ഒരു പരിപാടിയിൽ പൂക്കോയത്തങ്ങളോടൊപ്പം സംബന്ധിച്ചു. യോഗം കഴിഞ്ഞിട്ട് പാണക്കാട്ട് പൂക്കോയത്തങ്ങളോടൊപ്പം വന്നു. തങ്ങൾ ഉറങ്ങാൻ പോവാണ്. തങ്ങൾ അകത്ത് പോയി. അബ്ദുള്ള മൗലവി പുറത്തു നിൽക്കുമ്പോൾ അബ്ദുള്ള മൗലവിക്ക് കിടക്കാൻ വേണ്ടി ഒരു പായ ചുരുട്ടി അതുമായിട്ട് പൂക്കോയത്തങ്ങൾ പുറത്തിറങ്ങി വന്നു. ചുരുട്ടിപ്പിടിച്ച പായയുമായി ഒരു കുട്ടിയെപ്പോലെ പൂക്കോയത്തങ്ങൾ നടന്നു വന്നപ്പോ ഞാൻ സങ്കടപ്പെട്ടു പോയി എന്ന് ടി.കെ. അബ്ദുള്ള മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ടി.കെ. അബ്ദുള്ള മൗലവിയുടെ മനസ്സ് നിറയെ
മോളുടെ വിവാഹമാണ്. മോളെ കല്യാണത്തിന് പൂക്കോയപ്പാപ്പ വരണം. പൂക്കോയപ്പാപ്പ വന്നില്ലെങ്കിൽ ആ കല്യാണത്തിന് യാതൊരു അന്തസ്സും ഉണ്ടാവില്ല. ഇത് പറയണം, പറയാൻ സാധിക്കുന്നില്ല. തങ്ങൾക്ക് വേറെ പരിപാടി കൊണ്ട് ബുദ്ധിമുട്ടിലുമാണ്. ഈ പായ കൊണ്ടുവന്ന് തരുമ്പോഴൊക്കെ മനസ്സമാധാനമില്ലാതെ പായ ഏറ്റുവാങ്ങിയിട്ട് ഉറങ്ങാൻ പോകാൻ വേണ്ടി ടി.കെ. അബ്ദുള്ള മൗലവി ഒരുങ്ങി നിൽക്കുമ്പോ അബ്ദുള്ള മൗലവിയുടെ മനസ്സിലുള്ളതെന്തോ അത് വായിച്ചറിഞ്ഞിട്ട് പൂക്കോയത്തങ്ങൾ പറഞ്ഞത്രേ, ഞാൻ വന്നാ പോരെ, ഞാൻ വരുമല്ലോ, എന്തിനാ വിഷമിക്കണത് എന്ന് പൂക്കോയത്തങ്ങൾ പറഞ്ഞപ്പോ സമാധാനപ്പെട്ട് ആ പായ വിരിച്ച് പൂക്കോയത്തങ്ങളുടെ കൊടപ്പനക്കൽ വീട്ടിന്റെ അകത്തുള്ള മുറിയിൽ പോയി കിടന്നുറങ്ങി എന്ന് ടി.കെ. അബ്ദുള്ള മൗലവി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പൂക്കോയത്തങ്ങൾ നിര്യാണം പ്രാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൻ കൂട്ടാൻ ആഗ്രഹമുണ്ടായിട്ട് കൽപ്പഞ്ചേരിക്കാരായ ഏനുവാക്ക നാട് മുഴുവനുള്ള കുളങ്ങളും മറ്റിടങ്ങളും പോയി തപ്പി കണ്ണനുണ്ടോ എന്ന് അന്വേഷിച്ച് അവസാനം കണ്ണൻ എവിടെയും കിട്ടാതെ ഒരു ഹിന്ദു സഹോദരന്റെ വലിയൊരു തറവാട്ടിലെ വലിയൊരു കുളത്തിൽ കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുടമസ്ഥന്റെ സമ്മതത്തോടു കൂടി കുളത്ത് പോയി വലട്ട് ആ മീനും കൊണ്ട് പൂക്കോയത്തങ്ങളുടെ അടുക്കലേക്ക് പാണക്കാട്ടേക്ക് പോയി. പൂക്കോയത്തങ്ങൾ നിര്യാണം പ്രാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ മീൻ കൊണ്ടുപോയി അത് പൂക്കോയത്തങ്ങൾ കഴിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ജനങ്ങളുമായിട്ടുള്ള ഈ ഇടപഴകലും ജനങ്ങളുമായിട്ടുള്ള ഈ ജീവിതവുമാണ് പാണക്കാട് കുടുംബം ഇവിടെ തീർത്തിട്ടുള്ള ഏറ്റവും ഇതിഹാസ സമാനമായ സംഗതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പൂക്കോയത്തങ്ങളുടെ പുത്രന്മാർ, ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം പുതിയ തലമുറയിലെ യുവ നേതാക്കളടക്കം ആ മാതൃകയിലാണ് സഞ്ചരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉൾക്കൊള്ളുകയും അവരുടെ ഒരു ചെറിയ ഗൃഹപ്രവേശമായിരിക്കാം, അവരുടെ ഒരു ചെറിയ കട തുടങ്ങുന്ന ചടങ്ങായിരിക്കാം, അതിനു പോകുമ്പോ അതുമല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ആളുകൾ അത് സ്വീകരിച്ചിരുന്നു. ആളുകൾ അതിൽ എല്ലാം മറന്നിരുന്നു. ഡോക്ടർ സി.കെ. രാമചന്ദ്രൻ പാണക്കാട് പൂക്കോയത്തങ്ങളെ ചികിത്സിച്ചിരുന്നു. ഡോക്ടർ സി.കെ. രാമചന്ദ്രന്റെ കോഴിക്കോട്ടുള്ള ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ കാണാൻ വേണ്ടി പൂക്കോയത്തങ്ങൾ വരുന്നതാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആദ്യത്തെ സന്ദർഭം. പ്രശസ്ത ഭിഷഗ്വരനായ സി.കെ. രാമചന്ദ്രൻ പറയാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു രോഗി ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയ രോഗമാണ്. പുറത്തെവിടെങ്കിലും കൊണ്ടുപോയിട്ട് ശസ്ത്രക്രിയ നടത്തണോ അതോ അവിടെ തന്നെ ചികിത്സിച്ചാൽ മതിയോ കുടുംബത്തിൽ ചർച്ചയായി. അദ്ദേഹത്തിന്റെ രോഗം വളരെ കലശലാണ്, വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ആ രോഗിയുടെ ബന്ധുക്കൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടിയെന്നറിയാം. ഡോക്ടറും വിഷമിച്ചു. കാരണം അത് പുറത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ ഇനിയിപ്പോ ഇവിടെ കിടത്തിയിട്ട് വല്ല ബുദ്ധിമുട്ടും വരുമെന്ന് അദ്ദേഹത്തിനും ആശങ്കയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ പൂക്കോയത്തങ്ങൾ ആശുപത്രിയിൽ ഈ രോഗിയെ കാണാൻ വരുന്നത്. സി.കെ. രാമചന്ദ്രൻ പറയുകയാണ്, വന്നപാടെ പൂക്കോയത്തങ്ങൾ ഞാൻ മുകളിൽ പോയി രോഗിയെ കണ്ടുകൊള്ളട്ടെ എന്നൊരാംഗ്യം കൊണ്ട് അനുമതി ചോദിച്ചു. ഡോക്ടർ സി.കെ. രാമചന്ദ്രൻ പറഞ്ഞു, തങ്ങൾ പോയിക്കോളൂ, കണ്ടോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ നേരെ പോയി ആശുപത്രിയിലെ മുറിയിൽ ചെന്ന് രോഗിയെ കണ്ടു, രോഗിയുടെ ബന്ധുക്കളെ കണ്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തങ്ങൾ തിരിച്ചു പോകുന്നത് കണ്ടു. തിരിച്ചു പോകുമ്പോ ഡോക്ടർ സി.കെ. രാമചന്ദ്രന്റെ കൈ പിടിച്ച് പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ യാത്ര ചോദിച്ചു പോയി. ഉടനെ തന്നെ ഈ രോഗിയുടെ ബന്ധുക്കൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ സി.കെ. രാമചന്ദ്രൻ എഴുതുകയാണ്, ഈ ഒരു പ്രശ്നമില്ല, ഇവിടെ തന്നെ കിടത്തി ചികിത്സിച്ചാൽ മതി, ഞങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകണ്ട, ഡോക്ടറെ കീഴിൽ തന്നെ ചികിത്സിച്ചാൽ മതി, എല്ലാം അള്ളാഹു നേരെയാക്കുന്ന തങ്ങപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഇവിടെ വന്ന് 2-3 മിനിറ്റ് കൊണ്ട് സൃഷ്ടിച്ച മഹാത്ഭുതം എന്നെ ആശ്ചര്യപ്പെടുത്തി എന്ന് ഡോക്ടർ സി.കെ. രാമചന്ദ്രൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു ശരിയാക്കും. എന്ത് കേട്ടാലും എല്ലാം അള്ളാഹു ശരിയാക്കട്ടെ, അള്ളാഹു ശരിയാക്കട്ടെ, അള്ളാഹു സുഖപ്പെടുത്തട്ടെ, അള്ളാഹു നേരെയാക്കട്ടെ. ഈ വാക്കാണ് അവർ നിരന്തരം മൊഴിയുകയുണ്ടായത്. ആ വാക്കാണ് ആശ്വാസത്തിന്റെ ഒരു വാക്കായി ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങൾ അതിൽ നിർവൃതി കൊള്ളുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്രയെത്രയോ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു, എത്രയെത്രയോ ജനങ്ങൾ ദുഃഖിക്കുന്നു. ഹറമിൽ നടത്തപ്പെട്ട ജനാസ നമസ്കാരം അസാധാരണമായിരുന്നു. എത്രയോ ആളുകൾ സംബന്ധിച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ലണ്ടനിൽ, അമേരിക്കയിൽ, ലക്ഷദ്വീപിൽ, ആൻഡമാനിൽ, എവിടെയൊക്കെ ഈ സ്നേഹത്തിന്റെ സാഗരം അലയടിച്ചുവോ അവിടെയൊക്കെ മഹാനായ ശിഹാബ് തങ്ങൾ എന്ന സ്നേഹസാഗരത്തിന്റെ തീരത്തൂടെ ഒരു വട്ടമെങ്കിലും സഞ്ചരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് കാണുന്നു. അവിടെയൊക്കെ ഈ സങ്കടപ്പുഴ ഒഴുകുന്നത് കാണുന്നു. വിറങ്ങലിച്ച് നിന്നു പോകുന്നു ആളുകൾ. എന്താണ് ഈ സംഭവിച്ചത്?
എന്താണ് ഈ നിര്യാണം? ഈ വിയോഗത്തിന്റെ, ഈ വേർപാടിന്റെ, ഈ വിരഹത്തിന്റെ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ കഴിയാതെ ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങൾ ഈ ദുഃഖത്തിൽ വിതുമ്പി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനായ തങ്ങളവറുകളോടൊപ്പം ചെലവഴിച്ച നമ്മുടെ നിമിഷങ്ങൾ നമ്മെ നിരന്തരം അഭിമാനം കൊള്ളിക്കുകയും അത് തന്നെ നമ്മെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വാക്ക്, ഒരു നോക്ക്, ഒന്നിച്ചുള്ള ഒരു സഞ്ചാരം, ഒന്നിച്ചുള്ള ഒരു ഭക്ഷണം. എത്രയോ തവണ മഹാനായ തങ്ങളവറുകളോടൊപ്പം നമ്മളൊക്കെ ഇടപഴകി, എത്രയോ തവണ ആ സ്നേഹം ആസ്വദിച്ചു, എത്രയോ തവണ